ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഉണ്ണീസ് ക്രിയേഷൻസ്. അപ്പോൾ ഇതാ 2023 അവസാനിക്കാൻ പോവുകയാണല്ലേ. അപ്പോൾ 2023 ഡിസംബർ 31 ലാസ്റ്റ് ഡേയിലെ ഒരു ഡിന്നറാണ് കാണിക്കുന്നത്. അപ്പോൾ ചെറിയൊരു നൈറ്റ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുകയാണ്. അപ്പോൾ 2023 എങ്ങനെയുള്ള വർഷമായിരുന്നു, അതായത് കൂടുതലും ബാഡ് ഡേയ്സാണ് ഉണ്ടായത്, അതോ ഹാപ്പി ഡേയ്സാണോ ഉണ്ടായത് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. പിന്നെ നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചു, അതിനുശേഷം സ്പൈസസൊക്കെ ഇട്ടു, അതവിടെ ഇരുന്ന് പൊട്ടട്ടെ. പിന്നെ 2023 റെസൊല്യൂഷൻസ് കൊടുത്തവരുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ റൈസിന് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചിക്കൻ കറിയും അതേപോലെ കുറച്ച് ചിക്കൻ ഫ്രൈ ആണ്. കുട്ടികൾക്ക് കറി ഇഷ്ടമല്ല, അപ്പം കുറച്ച് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിന് കുറച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ. അങ്ങനെ റൈസിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു. നമ്മൾ ആകെ എടുത്തിട്ടുള്ളത് 2.5 ഗ്ലാസ് അരി കേട്ടോ. അതായത് നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ, 4 പേരേ ഉള്ളൂ. അപ്പോൾ വേസ്റ്റ് ആക്കണ്ടല്ലോ വിചാരിച്ചിട്ട് കുറച്ച് അരി എടുത്തിട്ടുള്ളൂ. അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു. 4 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. അതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വിസിൽ വന്നാൽ റെഡിയാവും. അപ്പോൾ അങ്ങനെ റൈസൊക്കെ ഇട്ടു. പിന്നെ അതിന് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ചിക്കൻ കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റൈസിന് കോമ്പിനേഷൻ ഏതാ ഇഷ്ടമെന്ന് പറയാൻ കേട്ടോ. പൊന്നേട്ടന് പച്ചക്കറി അരിഞ്ഞ് തരികയാണ് അതിലേക്കുള്ളത്. അങ്ങനെ റൈസൊക്കെ റെഡിയായി. അപ്പോൾ അപ്പുറത്ത് ഞാൻ കുട്ടികൾക്കുള്ള ഫ്രൈ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതവിടെ നിന്ന് കുക്കാവട്ടെ. അപ്പത്തിന് ഇതാ മസാല പെനച്ച് വെക്കുകയാണ് കറിക്കുള്ള ചിക്കൻ. അപ്പോൾ അതങ്ങനെ കറിക്ക് മസാലയൊക്കെ പെനച്ച് വെച്ചിട്ടുണ്ട്, അതവിടെ നിന്ന് സെറ്റാവട്ടെ. അപ്പോൾ അതിനിടയിൽ ഞാൻ ഹൈറ്റ് പോയപ്പോൾ അവരവിടെ സുഖ മ്യൂസിക് വെച്ചിട്ട് ബൊമ്പ ഡാൻസാണ്. അപ്പോൾ അങ്ങനെ അവരുടെ ചെറിയൊരു സെലിബ്രേഷൻ നടത്തുകയാണ്. അങ്ങനെ ചിക്കന് കറി റെഡിയായി, ഉണ്ടാക്കി തെളിഞ്ഞ് വന്ന് കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്കുള്ള 23 ലാസ്റ്റ് ഡിന്നർ എന്ന് പറയുന്നത്. റൈസ്, കറി, ചിക്കൻ പൊരിച്ചത്, സാലഡ്, അച്ചാറ്, പപ്പടം, ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ ഡിന്നർ എന്ന് പറയുന്നത്. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഹാപ്പി ന്യൂ ഇയർ.